പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ഒരു സാധാരണ ചൂടുള്ള കാലാവസ്ഥയല്ല. നിശബ്ദമായി ജീവൻ അപഹരിക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യുന്ന എൽ നിനോയുടെ ആപത്തിന്റെ വരവാണിത്. മേയ് അടുക്കുമ്പോൾ ഈ സാഹചര്യം കൂടുതൽ ഗുരുതരമാകും. എൽ നിനോ എന്താണ്? ലളിതമായി പറഞ്ഞാൽ പസഫിക് സമുദ്രത്തിലെ വെള്ളം വളരെ ചൂടാകുന്നു. ഇത് ലോകമെമ്പാടുമുള്ള വായുപ്രവാഹത്തെ മാറ്റുന്നു. മെയ് മാസത്തിൽ നമുക്ക് മഴ ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇത്തവണ വൈകിയോ കുറവോ ആകാം. ഇതിനർത്ഥം മഴ പെയ്യേണ്ട സമയത്ത് കടുത്ത ചൂട് മാത്രമേ ഉണ്ടാകൂ എന്നാണ്. ഈ സാഹചര്യം വളരെ അപകടകരമാണ്. ആരോഗ്യമുള്ള ആളുകൾ പോലും ഹീറ്റ് സ്ട്രോക്ക് മൂലം മരിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ഉടൻ തന്നെ ഇനി പറയുന്നവ ചെയ്യണം. ദാഹം തോന്നുന്നവരെ കാത്തിരിക്കരുത്, അത് അപകടകരമാണ്. ദാഹം ശരീരത്തെ ഇതിനകം നിർജ്ജലീകരണം ചെയ്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. നിങ്ങൾ ഓരോ മണിക്കൂറിലും വെള്ളം കുടിക്കണം. കുട്ടികളും പ്രായമായവരും വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ സമീപത്ത് സൂക്ഷിക്കുക. ഏറ്റവും അപകടകരമായ സമയം രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയാണ്. ഈ സമയത്ത് കഴിയുന്നത്ര വീടിനുള്ളിൽ തന്നെ തുടരുക. നിങ്ങളുടെ കുട്ടിയുടെ ജീവൻ ഏതൊരു മെഡലിനേക്കാളും വിലപ്പെട്ടതാണ്. കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഹീറ്റ് സ്ട്രോക്ക് ലക്ഷണങ്ങൾ: തലവേദന, ബോധക്ഷയം, ഛർദി. ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ തണലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി നനവുള്ള തുണി കൊണ്ട് മുഖം തുടച്ചു കൊടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. മൃഗങ്ങളെയും നമ്മൾ മറക്കരുത്. വീടിന് മുന്നിലോ മതിലിനടുത്തോ അവർക്ക് വെള്ളം സൂക്ഷിക്കുക. തണൽ നൽകുക. വെറുതെ കണ്ടങ്ങ് പോകാതെ എല്ലാവരിലും ഇത് എത്തിക്കൂ. എല്ലാവരെയും സംരക്ഷിക്കൂ. പോണ വഴിക്ക് ഒരു ലൈക്കും കൂടെ അടിക്കും.